ഇന്ന് രാവിലെ തന്നെ ഇതാ ഉണ്ണീനെയും കുഞ്ഞാമ്മീനെയും ഒരുക്കി സ്കൂളിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. നല്ല മഴ പെയ്യുന്നുമില്ല, എന്നാൽ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഒരു ചീഞ്ഞ കാലാവസ്ഥ എന്ന് പറയത്തില്ലേ, അതുപോലൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഇവർ പോയി കഴിഞ്ഞിട്ടുള്ളൊരു ക്ലീനിങ്ങും പരിപാടിയൊക്കെ നമുക്കിന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പിള്ളേർ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എൻ്റെ ഫുഡൊക്കെ കഴിച്ച് എസക്കുട്ടിനും എന്താണോ നമ്മളുണ്ടാക്കുന്ന അതൊക്കെ കുറച്ച് പീച്ചിപ്പറക്കി അങ്ങ് കൊടുക്കും. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് പരിപാടികളൊക്കെയാണ്. അവർ നേരെ തന്നെ വരുന്നത് സിറ്റ് ഔട്ടിലേക്കാണ് കേട്ടോ. കാരണം ആദ്യം ആരും വരുന്നത് സിറ്റ് ഔട്ടിലേക്കാണല്ലോ, ആരും മനുഷ്യന്മാർ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഓടി വന്ന് വേഗം സിറ്റ് ഔട്ടാണ് വൃത്തിയാക്കി ഇടുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളിലോട്ട് കയറത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കൊട്ടിപ്പറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും ഇവൻ കൂടെ ഉള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് കാണുമ്പോൾ ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നത്, പക്ഷേ 2 പ്രാവശ്യം ഇങ്ങനെ കുനിഞ്ഞു വരുമ്പോഴത്തേക്കും ഇവനെ പിടിച്ചുകൊണ്ടാകുന്നത് കൊണ്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അടിച്ച് വാരിക്കൊണ്ടിരിക്കുക. തുടയ്ക്കലൊക്കെ കഴിഞ്ഞ ദിവസം തുടച്ച കാരണം ഇന്ന് തുടയ്ക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഗവൺമെൻറ് 30,000 രൂപ നമുക്ക് വീട്ടമ്മമാർക്ക് റെഡിയാക്കി തന്നത് കാരണം പിന്നെ ഒരു സമാധാനമുണ്ട്. 30,000-ത്തിലൊന്നും ഒതുങ്ങത്തില്ല, ഒരു 50,000 കിട്ടണം. പിള്ളേരെയൊക്കെ നോക്കുന്ന അമ്മമാർക്ക് കുറച്ച് 50 തരണം, എന്നാലേ ശരിയാവത്തുള്ളൂ. 30 തന്നല്ലോ എന്നൊരു പ്രതീക്ഷ. തന്നില്ല, ഇങ്ങനെ പറഞ്ഞല്ലോ അതിനുള്ളൊരു മൂല്യം ഉണ്ടെന്നൊക്കെ. അപ്പം തന്നെ ഒരു സമാധാനം, ഒരു ആശ്വാസമായി. അപ്പം ഞാൻ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ചവിട്ടി ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പച്ച കളറിലുള്ള ചവിട്ടി, ആ ചവിട്ടിയൊന്നും ഫ്രണ്ടിലിടത്തില്ല കേട്ടോ. കാരണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം ഇങ്ങനെ അളിഞ്ഞ് കുളിഞ്ഞ് അവിടെ ഇങ്ങനെ കിടക്കും. പിന്നെ ചവിട്ടി തൂത്തിട്ടുണ്ടെങ്കിൽ മൊത്തം അകത്തോട്ടൊക്കെ അതിൻ്റെ വെള്ളമാവുമേ. അപ്പോൾ അത് കാരണം ഞാൻ അതൊക്കെ മാറ്റി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വല്ല പാമ്പോ പഴുതാരയോ എന്തെങ്കിലും പാറ്റയോ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വന്നിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇത് പോയി ഇങ്ങനെ കൊട്ടി നോക്കി കേട്ടോ. അപ്പോഴത്തേക്ക് അതിനകത്തൊരു പല്ലിയുണ്ടായിരുന്നു കേട്ടോ. പല്ലി നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതിലൊരു പല്ലിനകത്ത് കയറി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ കൊട്ടിപ്പറക്കി കളഞ്ഞിട്ട് അവിടെ തന്നെ ഇട്ട്. പിന്നെ ഞാൻ എൻ്റെ പഴയ തുണികളോ ചുരിദാറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചവിട്ടി തൂക്കാനിടും. അതാകുമ്പോൾ പിന്നെ മഴക്കാലത്ത് നമുക്ക് ഉണങ്ങാനായിട്ട് ഭയങ്കര എളുപ്പമുണ്ടല്ലോ. പെട്ടെന്ന് കുത്തിപ്പിഴിഞ്ഞിട്ടാൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും. ചെളിയും പോവും, വെള്ളമൊന്നും അകത്തോട്ട് ആവത്തുമില്ല. അത് കാരണം ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പഴയ തുണികളൊക്കെ മഴക്കാലത്ത് അങ്ങ് സീറ്റ് ഔട്ടിലിടും. പിന്നെ വേനൽക്കാലത്താണ് നമ്മുടെ നല്ല ചവിട്ടിയൊക്കെ എടുത്ത് അവിടെ ഇടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ സിറ്റ് ഔട്ടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അടുക്കളയിലോട്ട് വന്ന് നോക്കിയപ്പോൾ ഈ അടുക്കളയിലെ കോലം കണ്ടു എൻ്റെ അമ്മ. എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. ഇതെല്ലാം കഴുകി പെറുക്കി വെക്കാനുള്ളതാണ് കേട്ടോ. അയ്യോ, ഇതെനിക്ക് കണ്ടിട്ട് തന്നെ ഇവൻ കാണുമ്പോൾ ഒന്നുമില്ലേ, പക്ഷേ ഭയങ്കര പരിതാപകരമാണ് ഈ ഇവിടെ കിടക്കുന്ന അവസ്ഥയെ. തലേദിവസത്തതും ഉണ്ട് രാവിലത്തതും ഉണ്ട്, എല്ലാം കൂടി ഇങ്ങനെ കൂടി കിടക്കുവാണേ. തലേദിവസം ശരിക്കും കഴുകി വെച്ചാൽ പോരെ. ഇവൻ 12 മണിയെങ്കിലും അവൻ കിടന്നുറങ്ങുമോ. പിന്നെ അവനെ കിടത്തി ഉറക്കാൻ വേണ്ടി ഞാനൊരു 1 മണിക്കൂർ 3/4 മണിക്കൂർ കിടത്തി കൂടെ കിടക്കണം. അപ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങിപ്പോവില്ലേ. അങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇവനെ ഉറക്കിയിട്ട് എഴുന്നേച്ചിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം എനിക്ക് കിടക്കാമെന്നിരിക്കും. പക്ഷേ ഇവൻ്റെ കൂടെ പോയി കിടന്ന് ഇവന് പാല് കൊടുത്ത് കിടന്ന് അങ്ങാകുമ്പോഴത്തേക്കും ഞാനങ്ങ് ഉറങ്ങിപ്പോവും. അത് എൻ്റെ ഒരു കുറ്റമാണോ? അങ്ങനെ അങ്ങ് ആയിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെയാണ്. പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് അത്ര എളുപ്പമൊന്നുമില്ല, എനിക്ക് അത്ര മടിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവൻ്റെ അടുത്തേക്ക് പോകണം, പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ഇവൻ എഴുന്നേൽക്കുമ്പം പോവും. അങ്ങനെയൊക്കെ ഓരോരോ പരിപാടികളാണ്. പിന്നെ ഞാൻ വേഗം അവൻ കുറച്ച് നേരം ഉറങ്ങിയിട്ട് 1/2 മണിക്കൂറാണ് എൻ്റെ ഒരു വിശ്വാസം അവൻ ഉറങ്ങുമെന്ന്. അപ്പോൾ അതിനുള്ളിൽ ഞാൻ വേഗം ഷടയെന്ന് കുറച്ചൊക്കെ പരിപാടികൾ വേഗം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനത് ഈ ഹാളിലേക്ക് വരും. എന്നിട്ട് അവിടെ നിന്ന് ഈ നിരത്തിയിട്ടേക്കുന്നതും രാവിലത്തെ ഒരു ഭക്ഷണം അവരിങ്ങനെ ഇവിടെ വന്നിരുന്നേ കഴിക്കത്തുള്ളൂ എല്ലാവരും കൂടെ. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് വേസ്റ്റുകളും പൊടികളും കളിപ്പാട്ടവും ഒക്കെ ഞാൻ തലേദിവസം രാത്രി ഇതെല്ലാം പെറുക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാൻ വെച്ചു. അപ്പോൾ ആദ്യം സെറ്റിയുടെ ഇതൊക്കെ അവിടെയൊക്കെ നിറച്ച് പൊടിയായിരിക്കും കേട്ടോ. കണ്ണി കണ്ടതൊക്കെ തിന്നിട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം പൊടിയൊക്കെ തട്ടിയെടുത്ത് വെച്ച്. പിന്നെ ഞാൻ നൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കുത്തുന്നൊന്നും ആരും കാര്യമാക്കണ്ട. എനിക്ക് പണിയെടുക്കുമ്പോൾ സ്പീഡിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് കുത്തിയാലേ എനിക്കൊരു സുഖമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീട്ടിൽ എങ്ങനെ നടക്കുന്നോ അതുപോലെ തന്നെ അങ്ങ് വീഡിയോ എടുത്ത് കാണിക്കുകയാണ്. അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഡ്രസ്സ് മാറി മേക്കപ്പ് ചെയ്ത് ഒരുങ്ങി മുടി പോലും ഞാൻ കെട്ടിയിട്ടില്ല, മര്യാദയ്ക്കുള്ള ഡ്രസ്സ് ഇട്ടിട്ടില്ല, ഒരുങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെയാണ് ചെയ്യുന്നത്. ആരും ഒന്നും വിചാരിക്കേണ്ട, അതിന് ആരും തെറിയൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ എല്ലാം വൃത്തിയാക്കി നീറ്റായിട്ട് ഒരുങ്ങി. എന്നോടിങ്ങനെ കുറേ പേര് പറയുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് നല്ല ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് നന്നായിട്ട് ഒരുങ്ങി പിറക്കി മുടിയൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ വേണം വീഡിയോ ചെയ്യാൻ, ഓരോരുത്തർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ എന്നൊക്കെ എന്നോട് ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നീ എന്താ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, എന്ത് വീഡിയോ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാനുള്ള സാഹചര്യം എനിക്കില്ല. അപ്പോൾ എനിക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇതെല്ലാം സെറ്റായിട്ട് ഞാൻ വീഡിയോ ചെയ്യാനിരുന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ ചെയ്യലുണ്ടാവില്ല. എനിക്ക് ഇപ്പോൾ പണിയെടുക്കുമ്പോൾ എനിക്കുണ്ടല്ലോ
മൂത്ത ഉണ്ണിയോട് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവളോട് ആ ഒരു രീതിയിൽ പെരുമാറണം. കുഞ്ഞാമിയാണെങ്കിൽ UKG പഠിക്കുന്നത്, കുഞ്ഞാമിനോട് ആ ഒരു രീതിയിൽ പെരുമാറണം. പിന്നെ കുഞ്ഞു ചെറുക്കൻ 11 മാസമായിട്ടുള്ളൂ, അതിനോട് ആ രീതിയിൽ പെരുമാറണം. ഇതിപ്പോൾ നമ്മൾ ഓരോരോ ഫേസിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന പല ഇതിങ്ങനെ എന്താണ്, പ്രസവം കഴിഞ്ഞ ആൾക്കാർക്കറിയാം നമുക്ക് ഭയങ്കര വേറൊരുമാതിരി ഒരു മെൻ്റലായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഡിപ്രഷനോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കൂടെ വന്നിട്ട് പിന്നെ ഈ പണി ഞാനാണെങ്കിൽ ഒരാളെ പോലും ഫോൺ വിളിക്കാറില്ല, മെസ്സേജ് അയക്കാറില്ല. എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കും, സംസാരിക്കുന്നല്ലാണ്ട് യാതൊരു കണക്ഷനും ഒരു മനുഷ്യന്മാരുമായിട്ട് എനിക്കില്ലാത്ത ഒരാളാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ആകെയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുക, ഇതിടുക, അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ശരിയായി ഞാൻ ഒരുങ്ങി പെറുക്കി എല്ലാം സെറ്റായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ വീഡിയോ എടുക്കൽ നടക്കില്ല ഈ അടുത്ത കാലത്തൊന്നും. അപ്പോൾ അത് കാരണം ഞാൻ എനിക്കുള്ള പോലെ അങ്ങ് ചെയ്തിടുന്നു. ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ കാണണ്ട, അത്രയേ ഉള്ളൂ കേട്ടോ അതിലെ കാര്യം. അപ്പോൾ ഞാൻ വൃത്തിയാക്കലൊക്കെ എവിടം വരെയൊക്കെ എത്തി, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. എനിക്ക് എന്തോ ആരോ പറഞ്ഞത് ഓർമ്മ വന്നപ്പോൾ ഞാനങ്ങ് പറഞ്ഞതാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളിത് ആ ഹാളൊക്കെ വൃത്തിയാക്കി. അതിൻ്റെ ഇടയിൽ അവൻ എഴുന്നേൽക്കുന്നുണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ടേബിളിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടും കണ്ണി കണ്ട സാധനങ്ങൾ എടുത്ത് വെക്കാനാണ് അത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സാധനം വീട്ടിൽ കൂടുന്തോറും നമുക്ക് സാധനങ്ങൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരത്തിപ്പെറുക്കി ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഓരോ സാധനം ഊരിപ്പെറുക്കി കൊണ്ട് വെക്കും. അപ്പോൾ അടുത്ത ആൾ വരുമ്പോൾ അടുത്തത് കൊണ്ട് വെക്കും. അപ്പോൾ ഞാനിങ്ങനെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോഴുള്ള വൃത്തിയാക്കലേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നിരക്കും. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ എല്ലാ വീട്ടിലും വീഡിയോ എടുക്കുമ്പോൾ അവരത് ക്ലീൻ ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല, ക്ലീൻ ചെയ്തിട്ടെല്ലാം നിങ്ങളെ കാണിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ ഉള്ളത് എന്താണോ ആ സാഹചര്യം വെച്ച് ഞാൻ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മുടെ പേപ്പറുകളും കഷ്ണം മുറിച്ചിട്ടതും അതും ഇതൊക്കെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ അടിച്ചുകൊണ്ട് വന്നതാണേ. അപ്പോൾ പേപ്പറുകളെല്ലാം നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടും. പിന്നെ പ്ലാസ്റ്റിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ചേച്ചിമാർ വരുമല്ലോ, ഹരിതകർമ്മസേന, അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ആ ചാക്കിനകത്ത് കൊണ്ടിടും. പിന്നെ യേശുക്കുട്ടൻ ഇതിലൂടെ എല്ലാം നടക്കുന്ന കാരണം ഇവിടെ 2 സ്ഥലവും മാത്രം എന്നും നന്നായിട്ട് അടിച്ച് തുടയ്ക്കണം. കാരണം അവന് ഇതിലൂടെ ഓടിപ്പാഞ്ഞ് കിടക്കണം. കുഞ്ഞൊരു പൊടിക്കഷ്ണം കിട്ടിയാൽ അതെടുത്ത് വായിലേക്ക് അങ്ങ് വെക്കും കേട്ടോ. ഭിത്തിയൊക്കെ ഇങ്ങനെ ഭിത്തി ഉണ്ടല്ലോ, ആ ഭിത്തിയൊക്കെ ഇങ്ങനെ ഇരുന്ന് മാന്തി പൊളിച്ച് അത് അടർത്തിയെടുത്ത് അതിൻ്റെ കഷ്ണമൊക്കെ വാരിത്തിന്നലാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പരിപാടി. ഈ വീടാണെങ്കിൽ ഒരു പന്ന വീടായതുകൊണ്ട് അത് ഞാൻ വെറുതെ ഒന്ന് തൊടുമ്പോഴത്തേക്ക് എല്ലാം കൂടി ഇങ്ങ് പൊളിഞ്ഞു പോരുകയും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ അവൻ്റെ മെയിനായിട്ടുള്ള കലാപരിപാടികൾ. അപ്പോൾ ഒരു പൊടിയോ ഒന്നും കിടക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിള്ളേരിവിടെ ഉണ്ടെങ്കിൽ ഓരോ പേനയുടെ അടപ്പും സ്കെച്ചിൻ്റെ അടപ്പ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ഇടുക. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, എന്തെങ്കിലും വായിലിട്ടിട്ടുണ്ടെങ്കിൽ പണിയായില്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ 2 ഹാള് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞാൻ ഭയങ്കരമായിട്ട് മടുത്തു പോയിട്ടോ. നമുക്ക് കാണുന്ന പോലെയല്ലേ വീഡിയോയ്ക്കകത്ത് 5 മിനിറ്റ് കാണുന്ന പോലെയല്ലേ, നമ്മളിത് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ചെയ്തപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ ഫിഷ് ടാങ്കിലെ മീനെല്ലാം ചത്തുപോയി കേട്ടോ. അതിനൊരു തീരുമാനമായി. അപ്പോൾ പിന്നെ ഇപ്പോൾ വെള്ളവും കുറച്ച് പുല്ലും മാത്രമേ ഉള്ളൂ, അതവിടെ ഇരിക്കട്ടെ വെച്ചു. പിന്നെ ഇപ്പോൾ ജഗ്ഗിനകത്ത് ഞാൻ വെള്ളം വെക്കുന്നില്ല, കാരണം ഇപ്പം വെള്ളം കൂടി കുറവാണ്. മഴക്കാലമായതുകൊണ്ട് ആരും അങ്ങനെ വെള്ളമൊന്നും കുടിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആവശ്യമുള്ളൊരു അടുക്കളയിൽ പോയി എടുത്ത് കുടിച്ചോട്ടെ എന്ന് വെച്ച് ഇപ്പം അതിനകത്തൊന്നും വെക്കുന്നില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ആ കസേര നീക്കുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് യേശുക്കുട്ടൻ എഴുന്നേറ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും പണിയും തീർന്നേ.